അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. റഹ്മാനും റഹീമുമായ റബ്ബ് തആല ഇരുലോക വിജയം തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത്ഭുതമീ റമളാൻ പരമ്പരയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ ഷരീഫ് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഖൽബകങ്ങളിലേക്കാണ്. റമളാനിൻ്റെ മുമ്പുള്ള പകലുകളും രാത്രികളും റമളാനിലെ രാത്രികളും പകലുകളും സമമാണ്, സമയവും സമമാണ്. പക്ഷേ അത് നമ്മുടെ ഖൽബകത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖൽബകം പാകപ്പെടുക, ഖൽബകത്തെ പാകപ്പെടുത്തുക എന്നതാണ് റമളാൻ ഷരീഫിൻ്റെ നേട്ടവും ലക്ഷ്യവും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു പാത്രത്തിൽ വെണ്ണയോ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒക്കെ സൂക്ഷിക്കുമ്പോൾ ആ പാത്രത്തെ നമ്മൾ നന്നായി കഴുകി തുടച്ച് ഉണക്കി ആ പാത്രത്തിൽ സൂക്ഷിക്കുന്ന വസ്തു കേടുവരാതിരിക്കാനുള്ള എല്ലാ വൃത്തിയും ആ പാത്രത്തിൽ നമ്മൾ വരുത്തും. എന്നതുപോലെ റമളാൻ ഷരീഫിൽ എത്രയെത്ര പുണ്യങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത്. എണ്ണിയാലൊടുങ്ങാത്ത, കണക്കാക്കിയാൽ അറ്റമില്ലാത്ത പുണ്യങ്ങൾ. ഇതെവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? നമ്മുടെ ഖൽബകങ്ങളിലാണ്. ഖൽബകത്തെ നമുക്കൊരു പാത്രമായി സങ്കല്പിക്കാം. ആ ഖൽബകമെന്ന പാത്രത്തിൽ ഈ സുഹൃതങ്ങളുടെ പുണ്യങ്ങൾ വാരിക്കോരി നിറക്കുമ്പോൾ നമ്മളറിയണം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഈ പുണ്യങ്ങളെ നശിപ്പിക്കുന്ന, കേടുവരുത്തുന്നതൊന്നും നമ്മുടെ ഖൽബകങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന്. ഉദാഹരണമായി പറഞ്ഞാൽ, നമുക്കറിയാം, നമ്മുടെ ഖൽബകങ്ങളിൽ നിന്ന് പകയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ദുഷിച്ച ചിന്തകളുടെയും അതുപോലെ തന്നെ വൈരാഗ്യങ്ങളുടെയുമൊക്കെ ലോകത്താണ് നമ്മുടെ ഖൽബകമുള്ളത്. ഈ ഖൽബകമെന്ന പാത്രത്തിലേക്കാണ് നാം ചെയ്യുന്ന സുഹൃതങ്ങൾ നമ്മൾ നിറക്കുന്നതും. ഒരിക്കലും മോശമായ ഒരു ഖൽബിൽ, ഖൽബെന്ന പാത്രത്തിൽ നാം നിറക്കുന്ന സുഹൃതങ്ങൾ അത് സുരക്ഷിതമായിരിക്കുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവൻ ഇന്നാലിന്ന ആളുകളുമായി പിണക്കത്തിലാണ്, വിദ്വേഷത്തിലാണ്. അതുകൊണ്ട് ആ പിണക്കം മാറുന്നത് വരെ അവൻ്റെ കർമ്മങ്ങൾ മാറ്റിവെക്കൂ എന്ന് പറയുമെന്നാണ്. റമളാൻ ഷരീഫിൽ നമ്മളേറെ കഷ്ടപ്പെട്ട് നോമ്പെടുത്ത് തറാവീഹ് നിസ്കരിച്ച് സാധ്യമാകുന്നത്ര ദുആ ചെയ്ത് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ ഈഗോ കാരണമായി നാം നമ്മുടെ ഈ സുഹൃതങ്ങളെ ഒന്നുമല്ലാതെയാക്കുന്നത്. വൈകുന്നേരം വരെ വെള്ളം കോരി വൈകുന്നേരം കലമിട്ടുടക്കും പോലെ ഒരിക്കലും നമ്മുടെ കർമ്മങ്ങൾ വിഫലമാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്നോട് ശേഷം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, ഖൽബകം നന്നാക്കുക, അകം വൃത്തിയാക്കാതെ പുറം മിനുക്കല്ലേ, കക്കൂസയ്ക്കുള്ളൊരു രീതി നീ എടുക്കല്ലേ എന്നാണ്. അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഖൽബകത്തേക്കാണ്, നമ്മുടെ രൂപങ്ങളിലേക്കോ ഭാവങ്ങളിലേക്കോ കാട്ടിക്കൂട്ടലുകളിലേക്കോ അല്ല. അതുകൊണ്ട് ഖൽബാണ് നന്നാവേണ്ടത്. ഖൽബിനെ നന്നാക്കാനാണ് റമളാൻ. ഖൽബിനെ നന്നാക്കിയവർക്കാണ് വിജയം. അള്ളാഹു നമ്മെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.